ചിലര് വളരെ ലാഘവത്തോടെ പറയും നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കുമെന്ന്. ഇവിടെ എന്ത് വിശ്വാസമാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? എല്ലാ വിശ്വാസവും രക്ഷയിലേക്ക് എത്തിക്കില്ല. അപ്പോസ്തലപ്രവൃത്തികൾ 4:12 മറ്റൊരുവനിലും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറെ ഒരു നാമവുമില്ല. യേശുവിലുള്ള വിശ്വാസം മാത്രമേ രക്ഷയുടെ അനുഭവത്തിലെത്തിക്കുകയുള്ളൂ. ഇത് കേൾക്കുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾ പറയും, എനിക്ക് കർത്താവിൽ വിശ്വാസമുണ്ട്, എനിക്ക് ദൈവത്തിൽ വിശ്വാസമുണ്ട്. ഊഹാപോഹം അനുസരിച്ച് വിശ്വസിക്കുന്ന വിശ്വാസമല്ല യഥാർത്ഥ വിശ്വാസം. പിന്നെയോ, ദൈവം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ അതേ അർത്ഥത്തിൽ മനസ്സിലാക്കി അതിൽ വിശ്വസിച്ച് ജീവിക്കുന്നതാണ് യഥാർത്ഥ വിശ്വാസം. ഒന്ന് നമ്മൾ മനസ്സിലാക്കണം, ദൈവത്തിൽ വിശ്വസിക്കുന്ന ധാരാളം ആളുകളുണ്ട്. ഇതിനെ യഥാർത്ഥത്തിൽ വിശ്വാസം എന്ന് പറയാൻ പറ്റില്ല. സത്യം തിരിച്ചറിഞ്ഞ് ആ സത്യത്തെ വിശ്വസിക്കുന്നവരാണ് യഥാർത്ഥത്തിൽ വിശ്വാസികൾ. ദൈവം ഏകനാണ് എന്ന യാഥാർത്ഥ്യം നിങ്ങൾ വിശ്വസിക്കുന്നു? യാക്കോബ് തൻ്റെ ലേഖനത്തിൽ പറയുന്നു, ദൈവം ഏകനാണ്. ബഹുദൈവത്തിൽ വിശ്വസിച്ച് വിശ്വാസി എന്ന് അഭിമാനിക്കുന്നതിൽ കാര്യമില്ല. ദൈവം ഏകനാണ്. വീണ്ടും യാക്കോബ് പറയുന്നു, പൈശാചിക ശക്തികൾ പോലും ആ ഏകനാമത്തിൽ വിശ്വസിക്കുകയും ആ നാമത്തിൽ പേടിച്ചരണ്ട് വിറയ്ക്കുകയും ചെയ്യുന്നു. എല്ലാ വിശ്വാസവും നമ്മെ രക്ഷിക്കില്ല. യഥാർത്ഥമായി വിശ്വസിക്കേണ്ട കാര്യം വിശ്വസിക്കായകൊണ്ട് പാപക്ഷമയും വിടുതലും നിത്യജീവനുമെല്ലാം മനുഷ്യന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. മറ്റാർക്കും നമ്മെ രക്ഷിക്കാൻ കഴിയില്ല. നമുക്ക് രക്ഷിക്കപ്പെടാൻ ആകാശത്തിൻ്റെ കീഴിൽ മനുഷ്യർക്ക് നൽകിയിട്ടുള്ള ഒരേ ഒരു നാമം, യേശു ക്രിസ്തുവിൻ്റെ നാമം. ആ നാമത്തിൽ നിങ്ങൾ വിശ്വസിക്കുക. ആ നാമത്തിലൂടെ സകലത്തിലും രക്ഷ നിങ്ങൾ അവകാശമാക്കുക.